എല്ലാ ഭഗവതിമാരെയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പം പ്രത്യേകിച്ച് മാതങ്കി എന്ന് പറയുന്ന ഭഗവതിയോട്, കലയുടെ ഭഗവതിയാണ് മാതങ്കി. മാതങ്കീനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ചെറുവള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കൂടെ കൂട്ടണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ വിളിച്ചു, പോരുന്നോ എൻ്റെ കൂടെ. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ പോന്നു. ആദിതാള സാഹിത്യ മഞ്ജുളെ ശ്രീമാതങ്കി നമോസ്തുതേ. ഇപ്പൊ തട്ടനിട്ടാലും തട്ടനിട്ടില്ലെങ്കിലും എല്ലാം ഇസ്ലാം ഒന്നാണ്. എല്ലാവരോടും ധരിക്കണ്ട എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്ന കാര്യമാണ്. അത് അവരുടെ ഇഷ്ടമാണ്. അതേസമയം എല്ലാവരും ധരിച്ചേ പറ്റൂ എന്ന് പറയുന്നതും തെറ്റാണ്. എൻ്റെ ഒരു ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പാരൻസ്. അതായത് ഞാൻ തെറ്റല്ല ചെയ്യുന്നതെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു അത്ഭുതകരമായ സംഗതി പറഞ്ഞിട്ട് നമുക്ക് ആരംഭിക്കാം. കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കടുത്ത് പൗരാണികമായ ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്, ചെറുവള്ളി ക്ഷേത്രം. ചെറുവള്ളി ക്ഷേത്രത്തിൽ ഒരു കുട്ടി ചെല്ലുന്നു. കുട്ടി അവിടെ എത്തി ദേവിയെ തൊഴുതു. പോരുന്നേരം ദേവിയോട് ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നോ? പണ്ട് കൊല്ലൂരിൽ ആചാര്യസ്വാമികൾ, ശങ്കരാചാര്യ സ്വാമികൾ ചെന്നിട്ട് ദേവിയോട് ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നോ? ദേവി കൂടെ പോന്നു എന്നൊരു കഥയുണ്ട്, ഐതിഹ്യം. അതുപോലെ ഈ കുട്ടി ചെന്ന് ചോദിച്ചു, എൻ്റെ കൂടെ പോരുന്നോ എന്ന് ചോദിച്ചു. ദേവി കൂടെ പോന്നു. ഇപ്പോൾ ദേവിയുടെ സാന്നിധ്യം അവളുടെ വീടിൻ്റെ മുറ്റത്തുണ്ട്. അത്ഭുതമല്ലേ? അങ്ങനെ ദേവിയെ വിളിച്ചു വരുത്തിയ ആ കുട്ടി എൻ്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമൊന്ന് ശങ്കിക്കും. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുമെന്ന് എനിക്കുറപ്പുണ്ട്. ഈ കുട്ടിയുടെ പേര് സാറ സജ്ജത്ത് അല്ലേ? സാറ സജാദ്. ഇപ്പോൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി നിൽക്കുന്ന മിടുമിടുക്കിയാണ്. അപ്പോൾ നിങ്ങൾ പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് സാറ സജാദോ? അതെ, തീർച്ചയായിട്ടും ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ് സാറ. അപ്പോൾ സാറ വിളിച്ചാൽ ചെറുവള്ളിക്കാവിലമ്മ കൂടെ പോരും. അപ്പോൾ ചെറുവള്ളിക്കാവിലമ്മയെ എങ്ങനെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ സാറയുടെ വീട്ടുകാരെന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഇസ്ലാമിക ജീവിത രീതി അനുസരിച്ച് ഒറ്റ ദൈവമേ ഉള്ളൂ അല്ലേ? അപ്പോൾ മറ്റ് ദൈവസങ്കല്പങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. കാഫറുകളുടെ ഈ ജീവിത രീതി എന്ന് പറയുന്നത് ഷിർക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ദേവിയെ വീട്ടിൽ കൊണ്ടുവന്നത്? ആ കഥയൊന്ന് പറയാമോ? എന്താ സംഭവിച്ചത്? ഞങ്ങളൊരു യാത്ര പോയിട്ട് തിരിച്ച് വരുവാണ്. തിരിച്ചു വരുമ്പം ഈ ശ്രീചക്രത്തിലെ അടിസ്ഥാന ദേവതകളുണ്ട്. അതായത് ഏറ്റവും താഴത്തെ തട്ടിലുള്ള ത്രൈലോക്യ മോഹനം എന്ന് പറയുന്ന ചക്രത്തിലുള്ള അടിസ്ഥാനപരമായ ദേവതകളെയാണ്, ഈ ദേവതകളിൽ ഒന്നാണ് ഈ ചെറുവള്ളി എന്ന് പറയുന്നത്. അതപ്പോൾ ഗുരുക്കൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ക്രേസിലിരിക്കുവാണ് നമ്മൾ. അങ്ങനെ വരുമ്പോഴാണ് പെട്ടെന്ന് ചെറുവള്ളി എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, ചെറുവള്ളി ഭഗവതി ക്ഷേത്രം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ആ ബോർഡ് ഇങ്ങനെ മനസ്സിൽ, അപ്പോൾ പറഞ്ഞു ഇപ്പോൾ കയറണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരു സ്ഥലം, നല്ല ഫീല് വരുന്ന ഒരു സ്ഥലമാണത്. ഒരു റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ? നല്ല നല്ല നമുക്ക് ഒരു വൈബായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വൈബുള്ള സ്ഥലമാണത്. അവിടെ ചെന്നപ്പം നല്ല രസമാണ്. ഭഗവതിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഭഗവതിമാരെയും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പം പ്രത്യേകിച്ച് മാതങ്കി എന്ന് പറയുന്ന ഭഗവതിയോട്, കലയുടെ ഭഗവതിയാണ് മാതങ്കി. മാതങ്കീനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെ ചെറുവള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് കൂടെ കൂട്ടണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ വിളിച്ചു, പോരുന്നോ എൻ്റെ കൂടെ എന്ന് ചോദിച്ചു. നടക്കിൽ നിന്ന് നട തുറന്നിരിക്കുകയായിരുന്നോ? ഇല്ല, ഇത് കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്തോ മിസ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, വരണ്ടോ എൻ്റെ കൂടെ? ഇവിടെ ഇരുന്ന് മനസ്സുകൊണ്ട് ചോദിച്ചു. പുറത്ത് നിന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് കാറിൻ്റെ അവിടെ നിൽക്കുകയാണ്. പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചോളാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ പോന്നു. എങ്ങനെ മനസ്സിലായി കൂടെ പോകുന്നു? അതായത് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, ആ ഒരു മിസ്സിങ് ഫീൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതങ്ങ് മാറി. അപ്പം മനസ്സിലായി ആള് കൂടെ പോന്നു എന്ന്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് കൂവളമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, കൂവളവും ഇലങ്ങിയും ഉണ്ട്, രണ്ടും ഉണ്ട്. കൂവളത്തിനകത്ത് ഇരുത്തി ആളെ, കാരണം എപ്പോഴും ആ കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കൂവളത്തിൻ്റെ അവിടെ ഇരുത്തിയാണ്. കാരണം അവിടെ ചെല്ലുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഇരുത്തില്ലേ, ഒരാളെ നമ്മൾ മിസ് ചെയ്തു, ആ ആളെ കാണാൻ പോകുമ്പോൾ നമുക്ക് ആ മിസ്സിങ് മാറും, ആ മിസ്സിങ് ഫീല് മാറും. അതേപോലെ തന്നെ എനിക്ക് ഭഗവതിനെ മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ആ മിസ്സിങ് മാറും. അടുത്തുണ്ട്
ഒരു കാറ്റായി വന്ന് തൊടുന്ന പോലെ തോന്നും. ആ ഓക്കെ, അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറാ, എനിക്ക് ഒരു കാര്യമല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ചോദിക്കാണ്ട്, അവരെല്ലാം ഇതെന്താ പറയണം നോക്കിയിരിക്കുക. ഒന്ന്, സാറാ സജാദ് മുസ്ലിം കുടുംബത്തിലെ കുട്ടിയാണ്, മുസ്ലിമാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് അത് പറയും മുമ്പ് ഇത് ബാക്കി കാര്യങ്ങൾ പ്രേക്ഷകരെ നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി വേണം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം കൂടി പറയാം. സാറാ തട്ട് ഇട്ടിട്ടില്ല, പക്ഷേ ഹിജാബ് നിരോധനത്തിനെതിരെ ഒരു വലിയ പാട്ട് പാടി ഹിജാബ് നിരോധിക്കാൻ പാടില്ല, ഹിജാബ് ഇടാൻ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞ് പാട്ട് പാടിയിട്ട് അന്ന് മുതൽ ഹിജാബ് വേണ്ടെന്ന് വെച്ച ആളാണ്. ഒരു വൈരുദ്ധ്യം ഉണ്ടല്ലോ, അതെന്താ? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് കുറച്ച് കാലം നമുക്ക് ഒരു സാധനം ഇഷ്ടമായിരിക്കും, അത് കഴിയുമ്പോൾ ആ ഇഷ്ടം അങ്ങ് പതിയെ മാറും, പിന്നെ അടുത്ത സാധനത്തിലേക്ക് നമുക്ക് ക്രേസ് വരും. ഇപ്പം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമാണ്, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഐസ്ക്രീമിനോടുള്ള ക്രേസ് എനിക്ക് മാറും. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്, ഓരോ താല്പര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഓരോ ഇതെടുത്തു കഴിഞ്ഞാൽ ഈ ആശയങ്ങൾ ഇങ്ങനെ മാറി 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 വരും. ഇപ്പോൾ ഓരോ തത്വങ്ങൾ മാറി മാറി വരും. ആദ്യം ഞാൻ വിശ്വസിച്ചിരുന്ന തത്വം ഇസ്ലാമിക തത്വത്തെയായിരുന്നു. ഇസ്ലാമിൻ്റെ ശരിക്കും ഇസ്ലാം ഉൾക്കാമ്പിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നാണ്. ഇപ്പം തട്ടനിട്ടാലും തട്ടനിട്ടില്ലെങ്കിലും എല്ലാം ഇസ്ലാം ഒന്നാണ്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയമാണ്. അതൊരു മതമാവുമ്പോഴാണ് ഈ ഹിജാബും ഇതെല്ലാം വരുന്നത്. ഒരാശയമായിട്ട് കാണുമ്പോൾ അതായത് ഇപ്പം നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ആശയം, ആശയത്തിലൂടെ പറയുന്നത് എന്താ? ഈ ആശയത്തിലൂടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാണോ ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും എല്ലാം പറഞ്ഞു വെക്കുന്നത്, ഇതേ ആശയം തന്നെയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും ഉള്ളിൽ തട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം മുഹമ്മദ് നബിയാണ് ഇസ്ലാമിൻ്റെ സെൻറ്ററായിട്ട് നിൽക്കുന്ന വ്യക്തി. ഇദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്, എന്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്? ഒരിക്കലും ഇസ്ലാം ഒരു മതമല്ല, അതൊരു ആശയമാണ്. ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് എന്ത് ഇസ്ലാം എന്ന് പറയുന്നത്. ഈ ഒരു തത്വമുണ്ട്. ആ തത്വത്തിനെ മനസ്സിലാക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നമുക്ക് ഇതൊക്കെ ഇങ്ങനെയാണോ ഇത്. ഇപ്പം നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഇസ്ലാം ഭയങ്കര തട്ടനിടുന്ന, പർദ്ദ ധരിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരിതാണ്. പക്ഷെ ഇതിൽ താഴെ ഉൾക്കാമ്പിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ വെറും മുഖംമൂടിയാണ്. അതിൻ്റെ ഉള്ളിലൊരു എന്തുണ്ട്, ഒരു തത്വമുണ്ട്. പക്ഷെ അതിപ്പോൾ ഈ സാറയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവിടുത്തെ വലിയ ആളുകൾക്ക് മനസ്സിലായിട്ടില്ലേ? അത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ചിലവർക്ക് തോന്നും ഇങ്ങനെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇതാണ് ഏറ്റവും നല്ലത് എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ ഇരിക്കുന്നവരും ഉണ്ട്, അല്ല ഇതിൻ്റെ ശരിക്കുള്ള തത്വം മനസ്സിലാക്കുന്നവരും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ആദ്യം ഞെട്ടിയ ചില കാര്യങ്ങളുണ്ട്. ഒന്ന് ശ്രീചക്രം, 2 മാതങ്കി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഹിന്ദു ബിലീഫുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട വലിയ കനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ സാറൊക്കെ അറിയാം? ശരിക്കും അത് പറയുമ്പോൾ നമ്മുടെ കളരീനെ പറ്റി പറയേണ്ടി വരും. കളരി എന്ന് പറയുമ്പം ഒരു ഐഡിയോളജീനെ മുന്നിൽ വെച്ച് പോകുന്ന ഒരു പ്രക്രിയയാണ് കളരി. എന്താ ഐഡിയോളജി? അതായത് ഇപ്പോൾ ഞങ്ങളുടെ കളരിയിൽ പറയുന്നത്, ഒരു കള്ളനെ ഏറ്റവും നല്ല കള്ളനും, ഒരു പോലീസുകാരനെ ഏറ്റവും നല്ല പോലീസുകാരനും, ഒരു സംഗീത വിദ്യാർത്ഥിയെ ഏറ്റവും നല്ല സംഗീത വിദ്യാർത്ഥിയും അവരുടെ ഉള്ളിലുള്ള കഴിവ് എന്താണോ അതിനെ ഏറ്റവും 100% അല്ലെങ്കിൽ 101% ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഒരാശയമാണ് ഞങ്ങളുടെ കളരിയിലുള്ളത്. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമാണ്. അതായത് ഈ ഭഗവതി, സംഗീതം, മാതങ്കി, ഇങ്ങനത്തെ വിഷയങ്ങളിൽ എനിക്ക് വളരെ താല്പര്യമുള്ള ആളാണ്. ചെറുപ്പം മുതലേ കളരിയിൽ കേട്ട് പഠിച്ചതാണോ അതൊക്കെ? കളരിയാണ് എനിക്ക് പ്രചോദനം നൽകാറുള്ളത്. എന്നിട്ട് സ്വയം കണ്ടെത്തും. കളരിന്നാണ് ഓരോ വിത്തുകൾ കിട്ടുക. അതിനെ ഞാൻ വളർത്തി ഒരു മരവും ചെടിയും ഒക്കെ ആക്കും. അപ്പം ഏറ്റവും പറയുന്നത് കളരി ഞങ്ങളുടെ കളരിയിൽ 3 രീതിയിലാണ്. നിങ്ങളുടെ കളരി ഏതാന്ന് ഞാൻ അവസാനം ചോദിക്കാം, അവസാനം പറഞ്ഞാൽ ക്ലൈമാക്സ് ആണ്. 3 രീതിയിലാണ്. ഒന്ന് അഭ്യാസം. അഭ്യാസം അറിയാവോ? അഭ്യാസങ്ങൾ ചെയ്യും. എന്തൊക്കെ അറിയാം? അത് മെയ്യഭ്യാസമുണ്ട്, ചുവടുകളുണ്ട്, ഒറ്റച്ചുവടുണ്ട്, വട്ടച്ചുവടുണ്ട്, പലതരം ചുവടുകളുണ്ട്. വെറും പുലിയല്ല. പക്ഷേ ഇത് ഒരിക്കലും നമ്മളൊരാളെ ആക്രമിക്കാനുള്ളതെന്നുള്ളതല്ല
ആക്രമിക്കാൻ നമ്മൾ ചെയ്യുന്നതല്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലും ഈ ഞങ്ങളുടെ കളരി വ്യത്യാസപ്പെടുന്നത് അവിടെയാണ്. ഈ അഭ്യാസങ്ങൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ചുവട് വെച്ച് ഒരാളെയും നമുക്ക് ആക്രമിക്കാൻ പറ്റില്ല. ഒരു കഥയുണ്ട്. ഒരു ഗുരു തൻ്റെ ശിഷ്യനോട് ചോദിക്കുകയാണ്, കളരിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് അഭ്യാസമൊക്കെ കഴിഞ്ഞ് 100% ആയിട്ട് ഓക്കെ ആയി നിൽക്കുന്ന ഒരു ശിഷ്യനോട് ഗുരു ചോദിക്കുകയാണ്, എത്ര പേര് വന്നാൽ നിനക്ക് അടിച്ചിടാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പം ശിഷ്യൻ ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറയുകയാണെന്ത്, ഒരു 1000 പേര്, 1000 കൂടുതൽ പേര്, 2000 പേരൊക്കെ വന്നാൽ എനിക്ക് അടിച്ചിടാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടി ആദ്യം മുതൽ ട്രെയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ പിന്നെ ചോദിച്ചു, ഇതേ ചോദ്യം തന്നെ ചോദിച്ചപ്പോൾ അത് കുറഞ്ഞു, ആ സംഖ്യ കുറഞ്ഞു. അതിനുശേഷം ഒന്നുകൂടി ചോദിച്ചു. അങ്ങനെ 4 തവണ ചോദിച്ചു. 4ാമത്തെ തവണ ആ ശിഷ്യൻ പറയാണ്, എനിക്ക് ഒരാളെയും അടിച്ചിടാൻ പറ്റൂല. ഇതാണ് ശരിക്കുള്ള കളരിയുടെ സങ്കല്പം ഞങ്ങളെ. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരാളെ കളരി വെച്ചിട്ട് അടിച്ചിടാൻ പറ്റില്ല. പക്ഷെ ഒരു സെൽഫ് ഡിഫെൻസ് എന്ന രീതിയിൽ നമുക്ക് അടിച്ചിടാൻ വേണ്ടിയുള്ളതല്ല കളരി. ശരിക്കും കളരി എന്ന് പറയുന്നത് ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നമ്മുടെ ശാരീരികവും ബൗദ്ധികവുമായ കാര്യങ്ങൾക്ക് വേണ്ടി. ഇപ്പോ കളരിയിൽ ഒരു കുട്ടി വന്നു, അതായത് കുട്ടിക്ക് ഭയങ്കര ദേഷ്യമാണ്, പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമുള്ള കുട്ടി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അടിക്കുന്ന ഒരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ അമ്മ ഇവിടെ കളരി കൊണ്ടാക്കി. എന്തിനാ? ഈ ദേഷ്യം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവത്തിനെ ഒന്ന് മാറ്റാനായിട്ട്, ഒരു ചേഞ്ച് വരുത്താനായിട്ട്, നല്ലൊരു സ്വഭാവം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കളരി കൊണ്ടാക്കി. ഇപ്പം ആ കുട്ടിയുടെ ആ സ്വഭാവം മാറി. ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമതല്ല, പലതവണ ചിന്തിച്ചിട്ടാണ് കുട്ടി ഒരു പ്രാവശ്യം ദേഷ്യപ്പെടുള്ളൂ. രക്ഷപ്പെടണോ എന്ന് ആദ്യം ആലോചിക്കും. ഓരോ കാര്യം വരുമ്പം കുട്ടി തന്നെ എന്ത് ചെയ്യും, അതിനൊന്ന് വിലയിരുത്തും, ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു. അപ്പം കളരി ചെയ്യുമ്പം സെൽഫ് ഡെവലപ്മെന്റ് ആണ്. ഓരോ കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഫോക്കസ്, പല കാര്യങ്ങളിലും വ്യത്യാസം വരും കളരിയിൽ ചെയ്യുമ്പോൾ. സാറാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. സാറാ ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടിയാണ്. എത്ര കുട്ടികളുണ്ട് നിങ്ങൾ? ഞങ്ങൾ 2 പേരാണ്. ചേട്ടനാണല്ലേ? ചേട്ടനാണ്. എനിക്ക് ചേട്ടൻ SFIയുടെ വലിയ നേതാവൊക്കെയാണ്. ചേട്ടൻ SFIയുടെ വലിയ. അപ്പോൾ ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബം എന്നൊക്കെ പറയുമ്പോൾ അവർ ഭയങ്കര റിലീജിയസ് ആയിരിക്കും പൊതുവിൽ. ഇഷ്ടമില്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഭാവിച്ചേ പറ്റുള്ളൂ. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും റിലീജിയസ് ആണ്. അവിടെ നിന്നൊരു കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നു, ഇസ്ലാം എന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല എന്ന് പറയുന്നു. പിന്നെ ഹിജാബ് വിലക്കിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചു, എന്നാൽ ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഷിർക്കാണ്, അവിടെ പോകുന്നു, വീട്ടിൽ കൊണ്ട് ഭഗവതിയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നു, വീടിൻ്റെ മുറ്റത്തുള്ള കൂവളത്തിൻ്റെ അവിടെ ചെറുവള്ളി ഭഗവതിയെ കൊണ്ട് കുടിയിരുത്തുന്നു. ഇതൊക്കെ എങ്ങനെ ഇസ്ലാമിൽ ഒരു ഇസ്ലാമിക ജീവിതചര്യയുള്ള ഒരു കുടുംബത്തിന് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പാരൻസ് ആണ് അതിന് ഏറ്റവും ഇതായിട്ടുള്ളത്. കാരണം അവർ കുറച്ചും കൂടി മുൻപോട്ട് ചിന്തിക്കുന്നവരാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഫോർവേഡ് തിങ്കിങ് പീപ്പിൾസ്. അതായത് അവർ ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം ഹിജാബ് ധരിക്കുന്ന ഇത് പറഞ്ഞല്ലോ, ഹിജാബ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ അവകാശമാണ്, ഇഷ്ടമാണ്. എല്ലാവരോടും ധരിക്കണ്ട എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിനെ നിഷേധിക്കുന്ന കാര്യമാണ്. അത് അവരുടെ ഇഷ്ടമാണ്. അതേസമയം എല്ലാവരും ധരിച്ചേ പറ്റൂ എന്ന് പറയുന്നതും തെറ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ധരിക്കുക, ഇഷ്ടമില്ലെങ്കിൽ ധരിക്കണ്ട. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് വില കൽപ്പിക്കുന്ന ആൾക്കാരാണ് എൻ്റെ പാരൻസ്. അതായത് ഞാൻ തെറ്റല്ല ചെയ്യുന്നതെന്ന് അവർക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും ഈ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അത് നമ്മുടെ ചിന്തയാണ്. ഭഗവതിക്ക് ഇന്ന ആൾക്കാരൊന്നുമില്ല. ഭഗവതിക്കല്ല, ഞാൻ മതത്തിനാ ചോദിച്ചത്. നിങ്ങളുടെ ഇസ്ലാം മതത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതാ ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെ അവർ സ്വീകരിക്കുന്നു? അത് എന്താന്ന് എനിക്കും കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എൻ്റെ വരുന്ന ലൈഫ് സർക്കിളിൽ എനിക്കിതൊക്കെ സാധിക്കുന്നു. അപ്പൊ ചുറ്റുമുള്ള ആളുകൾ, അച്ഛനും അമ്മയും ഓക്കെ, നമ്മുടെ കുട്ടിയല്ലേ, നമ്മുടെ കുട്ടി എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ആവട്ടെ എന്ന് നോക്കാം. പക്ഷേ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ അവരെന്ത് പറയും? ശരിക്കും പറഞ്ഞല്ലേ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മുടെ പാരൻസിനോടാണ് മാത്രമാണ്. അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. അവര് പറയുന്നതാണ് നമ്മുടെ ശരിയും തെറ്റും. ഇപ്പൊ അമ്മ ഒരു കുട്ടീനെ പ്രസവിച്ചു, ആ അമ്മ കാണിച്ചു കൊടുക്കുന്നതാണ് ആര്? അച്ഛൻ. ആ അമ്മ കാണിച്ച് വേറൊരാളെ കാണിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും അച്ഛൻ. ശരിക്കുള്ള പിതാവായിരിക്കണം എന്നില്ല. ഇങ്ങനെയാണ് ഒരു അമ്മ തൻ്റെ ശരിയായിട്ടുള്ള
ഇപ്പം തൻ്റെ മകൾ പോകുന്നത് ശരിയായിട്ടുള്ള പാതയിലാന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അതേപോലെ തന്നെ അത് അപ്പോൾ നമ്മൾ പക്ഷെ ബന്ധുക്കളുടെ ഇത് വരുമ്പോൾ കുറച്ചും കൂടെ ഇത് വരും. അതായത് നമുക്ക് എപ്പോഴും നമ്മുടേതായ അഭിപ്രായം വേണം, എപ്പോഴും ഒരു സെൽഫായിട്ടുള്ള ഒരു അഭിപ്രായം വേണം. അപ്പോൾ അമ്മ കാണിച്ചു തരുന്ന വഴിയാണ്. പക്ഷേ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രവാചകനായ നബി തിരുമേനിയുടെ 34ാമത്തെ തലമുറയിൽ പെട്ട കണ്ണിയാണ് സാറയുടെ അമ്മ. എന്താ സിദ്ദിഖ്, അങ്ങനെ സിദ്ദിഖ അവരുടെ ഒരു സ്ഥാനപ്പേര് തങ്ങൾ എന്ന് പറയുന്ന പോലെ. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇസ്ലാമിൽ ഏറ്റവും ആഴത്തിലൊരു സാധനം ഉണ്ട്, ആ തത്വം ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ തത്വത്തിനെ മനസ്സിലാക്കിയ ഒരാളാണ് എൻ്റെ ഉമ്മച്ചി. അതുകൊണ്ടാണ് ഉമ്മച്ചിക്ക് ഏറ്റവും ലാഘവത്തോടു കൂടി ഇങ്ങനെയുള്ള ഇതിന്. ഉമ്മച്ചി എങ്ങനെയാ ഇതേപോലെയുള്ള വിശ്വാസം? ഉമ്മച്ചി നോമ്പ് പിടിക്കും. നോമ്പ് പിടിക്കോ? ഞാൻ നോമ്പ്, എനിക്ക് വിശക്കണാരും ഞാൻ പിടിക്കാറില്ല. എനിക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഇതുവരെ ഇല്ല. അതുകൊണ്ട് ഉമ്മച്ചി നോമ്പ് പിടിക്കും. ഉമ്മച്ചി നോമ്പ് പിടിക്കും, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇസ്ലാമികമായിട്ടുള്ള ചര്യകളിൽ ചെയ്യും. കൂടാതെ സാറ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഉമ്മച്ചി വേണ്ടെന്ന് പറയുമോ? ഇല്ല. ഉമ്മച്ചി വരുമോ? ഉമ്മച്ചി വരും. ശരിക്കും പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പെട്ടുന്ന ഒരു കുടുംബമാണല്ലോ. ഞാൻ അതെപ്പോഴാണ് ഓർക്കുന്നത്, ഈ പിണറായി വിജയൻ നിങ്ങളുടെ നാട്ടിൽ വന്ന സാറെ തിരക്കാറുണ്ട് അല്ലേ? ഗോവിന്ദ മാഷിനെ നേരിട്ട് ഫോണിൽ വിളിക്കാറുണ്ട്. സഖാവാണ്, സഖാവായ ക്ഷേത്രവാസിയാണ്. സഖാവായ ക്ഷേത്രവാസിയാണ്. അതിങ്ങനെ സഖാവായത് എങ്ങനെയാ? സഖാവായത് എൻ്റെ കുടുംബ പശ്ചാത്തലം, എൻ്റെ പപ്പാടെ സൈഡ് നോക്കി ഞാൻ എന്ന് വെച്ചാൽ അച്ഛൻ്റെ സൈഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് കമ്മ്യൂണിസ്റ്റ് കുടുംബ പശ്ചാത്തലമാണ്. എൻ്റെ ഉപ്പുപ്പ വലിയ യുക്തിവാദിയാണ്. മറ്റേ അവിടുത്തെ യുക്തി സമാജം രൂപീകരിച്ച ആളാണ്. അങ്ങനെയൊക്കെയുള്ള ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കൂടാതെ ഈ തങ്ങൾ ഫാമിലി എന്നുള്ള ഇതും വരുന്നുണ്ട്. രണ്ടും വന്ന് ജനറ്റിക്സ് ആണ് എൻ്റെ മിക്സ് ആവുന്നത്. അതുകൊണ്ടായിരിക്കണം ഞാൻ ഇങ്ങനെ. എന്നിട്ട് പിന്നെ ഈ ബാലഗോകുലത്തിൽ പോയിട്ടുണ്ടല്ലോ. ഞാനോ? അത് ഇപ്പൊ നമ്മള് അതായത് ഇപ്പൊ ഓരോ സ്ഥലത്ത് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഓരോന്നിനെ പറ്റി പഠിക്കാൻ പറ്റും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റിനെ പറ്റി, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പഠിച്ച ഒരു വ്യക്തിക്ക് ബാലസംഘത്തിൽ പോയിട്ടുണ്ട്, ബാലഗോകുലത്തിൽ രണ്ടിനെ നമ്മൾ അറിഞ്ഞിരിക്കണം, എല്ലാത്തിനെയും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഏതാണ് ശരി എന്നുള്ളത് നമുക്ക്. ഏതാണ് ശരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് രണ്ടിനും രണ്ടിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും ഇത് ഇവിടെ ഡിപ്ലോമാറ്റിക് മറുപടിയാണ്. ഇത് ഇവിടെ പറഞ്ഞാൽ ശരിയാവൂല. അതുകൊണ്ടാണ് രണ്ടിലും ശരിയുണ്ട്. അത് ഭയങ്കര വലിയൊരു ടോപ്പിക്കാണ്. അപ്പൊ വീടിന്റെ വാതിൽക്കൽ എന്താണ് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് വീട്ടിൽ എഴുതി വെച്ചെന്തിനാ? അത് ശരിക്കും ഞങ്ങളുടെ വീട് അങ്ങനെയാണ്. ജാതിയില്ല, മതമില്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ജാതിയില്ല, മതമില്ല. മതമില്ലേ? മതദ്വേഷങ്ങളില്ല. അതായത് മതമുണ്ട്, പക്ഷെ മതമില്ല. മതദ്വേഷം, മതം ഇങ്ങനെയാണെന്ന് പറഞ്ഞൊരു ദേഷ്യമൊന്നുമില്ല. അയാള് ഹിന്ദു ആണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു ദേഷ്യമൊന്നുമില്ല, മതദ്വേഷം ഒന്നുമില്ല. സർവരും സോദരത്വേന അതായത് ഇങ്ങനെ സഹോദരന്മാരും ഫ്രണ്ട്ഷിപ്പുമായിട്ട് ജീവിക്കുന്ന ഒരു മാതൃകാ സ്ഥാനമാണ് അത്. അവിടെയൊക്കെ ആർക്കും എൻട്രി ഉണ്ട്. അവിടെ സംസ്കൃതം പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എവിടുന്ന് പഠിച്ചു? സംസ്കൃതം ഞാൻ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. സംസ്കൃതം എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് സംസ്കൃതം. അറബി എന്താ പഠിക്കാതെ? അറബി മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അത് പറയാം. മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, അറബി അറിയാം, സംസ്കൃതം അറിയാം. പക്ഷെ ഞാൻ കേട്ടത് സംസ്കൃതത്തിൽ കീർത്തനങ്ങളൊക്കെ എഴുതുന്നു. അതെന്താ ഇങ്ങനെ സംഭവിച്ചു? അത് എങ്ങനെയാണെന്നറിയില്ല. ഒരു മൂഡ് വരുമ്പം ഇപ്പം ക്രിക്കറ്റിൽ പറയും ഫോമായി എന്ന് പറയും. ക്രിക്കറ്റിൽ പറഞ്ഞ കേട്ടില്ലേ? ക്രിക്കറ്റില് ആദ്യമൊക്കെ കുറച്ച് സാറയുടെ സംസാരിച്ചപ്പോൾ ഞാൻ നല്ല ഫോമിലിരിക്കുക. ആദ്യമൊക്കെ ക്രിക്കറ്റില് ജസ്റ്റ് ഇങ്ങനെ ബോൾ വീഴും, പിന്നെ ഫോമായി വരുമ്പോ അടിക്കണം മൊത്തം 6 ആയിരിക്കും. അല്ലേ? മൊത്തം 6 ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ കീർത്തനം വരുമ്പോ. അത് എങ്ങനെ സംഭവിക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ കളരിയുടെ ചുവട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അങ്ങ് ഫോം ആവും. സ്റ്റെപ്പൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കളരിയിൽ ചൂട് അങ്ങ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഫോം ആയിട്ട് ആ ഫോമിലാണ് ഈ കീർത്തനങ്ങൾ എഴുതുന്നത്. വരുന്നത് ഞാൻ എഴുതും. സംസ്കൃതമാണോ മലയാളമാണോ ഇതൊന്നും അറിയില്ല, വരുന്നത് എഴുതും. അങ്ങനെയാണ് ഓരോ കീർത്തനങ്ങളും എഴുതുന്നതൊക്കെ ശരിയാണോ എന്ന് എങ്ങനെ വെരിഫൈ ചെയ്യും? ആരെങ്കിലും കാണിക്കുമോ? ഗുരുക്കളോട് ചോദിക്കും, വെരിഫൈ ചെയ്യും. ചിലതൊക്കെ മിസ്റ്റേക്ക് വരാറുണ്ട്, തിരുത്തി തരാറുണ്ട്. ഇപ്പൊ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട്?
ഇപ്പൊ ഒരു 8 എഴുതിയിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് കീർത്തനം എഴുതുന്നത്? ഭഗവതി, ഇപ്പൊ കാമാഖ്യ ഭഗവതിയാണ് മെയിൻ. ഭഗവതി ഉണ്ട്, ഗണപതി ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അത് പറയുമ്പോൾ ആദ്യം പറഞ്ഞു കളരിയിൽ 3 വിഷയങ്ങളാണ് എന്ന് പറഞ്ഞു. 3 രീതിയിലാണ് കളരിയുടെ സിലബസ്. ഇത് 3 ചേർന്നാണ് കളരി. ഒന്നാണ് അഭ്യാസം. അഭ്യാസത്തിൽ വരുന്നതാണ് ഈ ചുവടുകള്, കാര്യങ്ങളൊക്കെ. പിന്നെയാണ് സാധന. സാധന എന്ന് പറയുന്നത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യാധനം സർവധനാൽ പ്രധാനം എന്നാണ് ഞങ്ങൾ പഠിക്കുന്നത്. ശ്രീ. പിന്നെ ഉള്ളതാണ് കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം കളരിയെ പറ്റി പറയുവാണെങ്കിൽ അഭ്യാസങ്ങൾ ആ വഴിക്ക് ഫിസിക്കലി നടക്കും. സാധന എന്ന് പറയുന്നത് ശ്രീവിദ്യയാണ്. ശ്രീവിദ്യ എന്ന് പറയുമ്പം ഒരു ശ്രീചക്രം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ജാമിതീയമായ രൂപം എന്ന് പറയും. ജിയോമെട്രിക്കൽ രൂപമാണ്, ശരീരത്തിന്റെ ജിയോമെട്രിക്കൽ രൂപമാണ് ശ്രീചക്രം. അപ്പൊ ശ്രീവിദ്യ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിനെ അറിയുന്ന വിദ്യയാണ് ശ്രീവിദ്യ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്റെ മനസ്സിലാക്കലാണ്. ശ്രീവിദ്യ എന്ന് പറയുന്നത് ശരീരത്തിനെ പറ്റി അറിയുന്ന വിദ്യയാണ് ശ്രീവിദ്യ. ആ വിദ്യനെയാണ് കളരി ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് കർമ്മം. കർമ്മം എന്ന് പറയുന്നത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ കൃഷിയുണ്ട്, പശുക്കളെ നോക്കാറുണ്ട്, പല പണികളും ചെയ്യാറുണ്ട്. എല്ലാ രീതിയിലും നമ്മൾ ആക്റ്റീവാണ്. അതായത് പെട്ടെന്ന് ഒരു സന്ദർഭം വന്നാൽ ജീവിക്കാൻ പഠിച്ചിരിക്കണം. ഇതൊക്കെയാണ് കളരിയുടെ. അപ്പം അഭ്യാസം, സാധന, കർമ്മം. ഇതൊക്കെ ഈ അഭ്യാസം, സാധന, കർമ്മം, ശ്രീവിദ്യ, ശ്രീചക്രം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതെല്ലാം ഒരു ഹിന്ദു ലൈഫ് സ്റ്റൈലാണ്. ശരിക്കും ഹിന്ദു ലൈഫ് സ്റ്റൈൽ അതല്ല, അത് അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ളത് ഇതിനകത്തേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള വിഷയമാണിത്. ഈ ഭഗവതിയും ശ്രീചക്രവും ഇതിനൊക്കെ ഒരു കണക്കുകളുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ആ വിഷയങ്ങളിലേക്കൊക്കെ എൻ്റെ ഇൻട്രസ്റ്റ് പോകാറുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ കളരിയിൽ ഞങ്ങൾ ഓരോ വിഷയങ്ങൾ സംസാരിക്കും. ഇപ്പം പ്രാതസ്മരണ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. അവിടെ പല വിഷയങ്ങൾ ഭാരതത്തിലെ ആചാര്യന്മാര്, അവിടെ ആ ആചാര്യന്മാരുടെ പേര് ഇങ്ങനെ ഭാരതത്തിലുള്ള ആചാര്യന്മാര്, മലകള് എല്ലാം ഭാരതത്തിന്റെ എല്ലാമായിട്ടുള്ള ആചാര്യന്മാരുടെ കോർത്തിണക്കിയ ഒരു ചൊല്ലുണ്ട്. പ്രാതസ്മരണ സെഗ്മെന്റിന്റെ പേരാണ്. അപ്പം അതിനകത്ത് നിന്ന് നമ്മൾ ഓരോ ആൾക്കാരെ ഇങ്ങനെ എടുത്തിട്ട് അതിനെ പറ്റി ചർച്ച ചെയ്യും. ഇപ്പം എന്താണ്, ഓരോ വ്യക്തികൾ, ഓരോ ആചാര്യന്മാര്, ഓരോ രാജാക്കന്മാര്, ഓരോ മലകള്, ഹിമാലയം, ദ്രൈവതം, അങ്ങനെ ഓരോ ഒക്കെ പറയുന്ന മലകളെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് വരുന്ന ടോപ്പിക്കുകൾ വരും. ഈ ടോപ്പിക്കുകളെ ഞാൻ കുറച്ചും കൂടി ഡീപ്പായിട്ട് നോക്കും. ആ പഠിക്കുന്നതാണ് എനിക്ക് ഈ ഓരോ ഇതായിട്ട് വരുന്നത്. അങ്ങനെയാണ് മാതങ്കിയും എല്ലാം കയ്യിൽ വരുന്നതും കീർത്തനങ്ങൾ രചിക്കുന്നതും. മന്ത്രങ്ങൾ എനിക്ക് അറിയില്ല. തന്ത്രം ഇതൊക്കെ തന്ത്രമാണല്ലോ, എല്ലാം ഒരു തന്ത്രം. വൈദ്യം നമ്മൾ എത്തിച്ചേരുന്ന ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഭാഗമാണ് വൈദ്യം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വൈദ്യം അറിയാം. കാരണം ഇതിന്റെയൊക്കെ വൈദ്യത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ. വൈദ്യം ഇപ്പൊ സാധന എത്തിച്ചേരുന്നത് വൈദ്യത്തിലേക്കാണ്. ഇപ്പം സാധന എത്തിച്ചേരുന്നത് സംഗീതത്തിലേക്കാണ്. ഓരോ ആൾക്കാര്, ഓരോ വ്യക്തികൾ ഓരോന്നിലും പ്രാവീണ്യമുള്ളവരായിരിക്കും. ഓരോ വിഷയങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. ആ ഇൻട്രസ്റ്റ് ഉള്ള വിഷയത്തിലേക്ക് അവർ എത്തിച്ചേരും. ഇപ്പൊ എത്ര വിഷയം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനകത്തൊക്കെ അവരുടെ കൈ എത്തിച്ചേരും. അപ്പൊ സംഗീതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മായാമാളവാണോ ആദ്യം പഠിച്ചത്? അങ്ങനെയല്ലേ സംഗീതത്തിൽ ആദ്യത്തെ രാഗമാണ്. അല്ല, ആദ്യത്തെ രാഗമല്ല, സംഗീതത്തിന്റെ ബേസിക് രാഗങ്ങളിൽ ഒന്നാണ് മായാമാളവ. നമ്മൾ ഈ പറയുന്നത് ഒരു 10-20 വർഷം ആയിട്ട് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രാഗമാണ് പഠിക്കാൻ. സംഗീതം എക്കാലത്തും പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, സംഗീതം പഠിച്ചു തീരില്ല. പക്ഷേ ഈ സംഗീതത്തില് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രാഗമാണ് മായാമാളവ ഗൗള. ഈ മായാമാളവ ഗൗള രാഗ അതിന്റെ ആരോഹണമാണ് സരിഗമ പധനിസ സനിധപ്പ മകരിസ എന്ന് പറയുന്ന ആ ഒരു സ്വരങ്ങൾ. ഈ സ്വരങ്ങളെ പല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് സരളി വരിശകൾ. സരളി വരിശകൾ ഈ മായാമാളവ ഗൗളം രാഗം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് മധ്യസ്ഥായി വരിശകളും താരസ്ഥായി വരിശകളും മേരുസ്ഥായി വരിശകളും എല്ലാം.
അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. എത്ര വർഷമായിട്ട് പഠിക്കുന്നു സംഗീതം ഞാനൊരു 3.5 വയസ്സിൽ തുടങ്ങിയതാണ് പഠിക്കുന്നത്. അതും കളരിയുടെ ഭാഗമാണോ? അല്ല, കളരിയിൽ സംഗീതം പഠിച്ചിട്ടുണ്ട്. സംഗീതം പഠിച്ച് സംഗീതത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കളരിയിലേക്ക് എത്തിപ്പെടുന്നത്. ഓ, സംഗീതം വഴി വന്നതാണ്. സംഗീതം വഴി വരെയാണ് ഞാൻ കളരിയിൽ എത്തിയത്. അപ്പോൾ എനിക്ക് ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സാറ എഴുതിയ ഒരു കീർത്തനം പാടുവാണ് അല്ലേ? പാടാം. ഈ കീർത്തനം എന്ന് പറയുന്നത് ഇത് എഴുതിയിരിക്കുന്നത് സാറ സജാദ്. അതെ, അതല്ലേ ആദ്യം പറയേണ്ടത്. 10ാം ക്ലാസ്സുകാരി. എത്ര 10ാം ക്ലാസ്സിലല്ല 9ാം ക്ലാസ് വെച്ച് എഴുതിയ അല്ലേ? 9 പഠിക്കുമ്പോൾ 13 വയസ്സുള്ളപ്പോൾ എഴുതിയ. അല്ല, 14 വയസ്സുള്ളപ്പോൾ. എനിക്കിപ്പോൾ 16 വയസ്സ്. ഈ കീർത്തനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സംഗീത വിദ്യാർത്ഥി ആദ്യം ചുവട് വയ്ക്കുന്നത് മായാമാളവുകളുടെ രാഗത്തിലേക്കാണ്. ഈ ആദ്യം ചുവട് വയ്ക്കുന്ന ആ കുട്ടി സംഗീതത്തിന്റെ ബേസിക്സ് എല്ലാം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ സംഗീതത്തിന് മൊത്തത്തിൽ അവർക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടിയിരിക്കണം എന്നുള്ളൊരു സങ്കല്പത്തിൽ എഴുതിയതാണ് ഈ ഒരു കീർത്തനം, ഇപ്പൊ പാടാൻ പോകുന്ന കീർത്തനം. അതായത് മാതങ്കിയാണ് എൻ്റെ സംഗീതത്തിന്റെ ഭഗവതി, ദേവത. മാതങ്കിയാണ് ശരിക്കും സംഗീതത്തിന്റെ ദേവതയായിട്ട് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടുള്ള മാതങ്കിയോടാണ്. ഇപ്പം സംഗീതത്തിലെ ത്രിമൂർത്തികള്, സംഗീതത്തിന്റെ സ്വരങ്ങള്, താളങ്ങള് എല്ലാത്തിനെയും പറ്റി പരാമർശിച്ചു പോകുന്ന സംഗീതത്തിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് ഈ ഒരു കീർത്തനം. ഇത് ആദ്യം സംഗീതം പഠിക്കാൻ വരുന്ന ഒരു കുട്ടി ഇത് പഠിച്ചിട്ടാണ് പിന്നെ പാട്ട് പഠിക്കുക. അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടി സംഗീതം എന്താണ്. എപ്പോഴും പാട്ടിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് പാട്ടായിട്ട് പഠിച്ചാൽ നമ്മൾ പെട്ടെന്ന് ഓർക്കും. പഠിക്കണ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ സൈലം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ട്യൂഷന് പോകാറുണ്ട്, ഞാൻ കാണാറുണ്ട് സൈലം. അപ്പം അവരുടെ ഒരു സ്ട്രാറ്റജി എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പഠിപ്പിക്കുന്നത് പാട്ട് രൂപത്തിൽ പഠിപ്പിക്കും. ചില കാര്യങ്ങൾ പാടായിട്ടുള്ള സംഭവങ്ങൾ പാട്ട് രൂപത്തിൽ പഠിപ്പിക്കും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും നമുക്ക്. ഇതേ സ്ട്രാറ്റജി തന്നെയാണ് എവിടെ വരുന്നത്. ഈ സംഗീതത്തിന്റെ ബേസിക്സ് ഒരു പാട്ട് മുഖേന വരുമ്പോൾ പെട്ടെന്ന് കുട്ടികൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. സരേ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരേ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ആദിതാള സാഹിത്യ മഞ്ജുളേ ശ്രീമാതംഗി നമോസ്തുതേ. ആദിതാള സാഹിത്യ മഞ്ജുളേ ശ്രീമാതംഗി നമോസ്തുതേ. ചണ്ഡികേ ഉച്ഛിഷ്ട ചണ്ഡാലികേ ശ്രീരാജമാതംഗി നമോസ്തുതേ. ചണ്ഡികേ ഉച്ഛിഷ്ട ചണ്ഡാലികേ ശ്രീരാജമാതംഗി നമോസ്തുതേ. ശ്രീരാജമാതംഗി നമോസ്തുതേ. സരേ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരേ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. ശ്യാമേ മരതക വർണ്ണേ വീണാനാദശ്രവണേ അർദ്ധനിമീലിതനയനേ ശ്രീവിദ്യാപ്രദായിനി. ശ്യാമേ മരതകവർണേ വീണാനാദശ്രവണേ അർദ്ധനിമീലിതനയനേ ശ്രീവിദ്യാപ്രദായിനി. സസരെ രെ ഗ ഗ മ മ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. സസരെ രെ ഗ ഗ മ മ പ പ ധ ധ നി നി സ സ സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ സ. ആദിതാള സാഹിത്യ മഞ്ജുളേ ശ്രീമാതംഗി നമോസ്തുതേ. ചണ്ഡികേ ഉച്ഛിഷ്ട ചണ്ഡാലികേ ശ്രീരാജമാതംഗി നമോസ്തുതേ. ചണ്ഡികേ ഉച്ഛിഷ്ട ചണ്ഡാലികേ ശ്രീരാജമാതംഗി നമോസ്തുതേ. ശ്രീരാജമാതംഗി നമോസ്തുതേ. സരേ ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സ. സരേ ഗ മ പ ധ നി സ സാ നി
ശ്രുതിമാതേ സ്വരസുധാധാരെ രാഗരൂപിണി താളബോധിനി ഗമഗാന മനോഹരി സരളേ സാഹിത്യസുഭഗെ മമ മനോധർമ്മഗീതവിലാസിനി ശ്രുതിമാതേ സ്വരസുധാധാരെ രാഗരൂപിണി താളബോധിനി ഗമഗാന മനോഹരി സരളേ സാഹിത്യസുഭഗെ മമ മനോധർമ്മഗീതവിലാസിനി സസാരെ രേ ഗഗ സസരി രെ ഗഗ മമ രി രെ ഗഗ മമ രി രെ ഗഗ മമ പപ ഗഗ മമ പപ ഗഗ മമ പപ ധദ മമ പപ ധദ മമ പപ ധദനി പപ ധദനി പപ ധദനി നി സ സ സ സ നി നി ധദ സ സ നി നി ധദ പപ നി നി ധദ പപ നി നി ധദ പപ മമ ധദ പപ മമ ധദ പപ മമ ഗഗ പപ മമ ഗഗ പപ മമ ഗഗ രി രി മമ ഗഗ രി രി മമ ഗഗ രി രി സ സ ആദിതാള സാഹിത്യമഞ്ജുളേ ശ്രീമാതംഗീ നമോസ്തുതേ ഷഡ്ജ സഹോദരി ഋഷഭവല്ലഭി ഗാന്ധാര ഗൗരി മധ്യമ കല്യാണി പഞ്ചമ പാലിനി ദൈവധ ശോഭിനി നിഷാദനാദ മാതംഗീ സാരി ഗമ പധനി സാ സാനി ധപ മാഗരി സാ പുരന്ദരപുത്രി സംഗീതദേവി മായാമാളവഗൗളരൂപിണി ദീക്ഷിതാദി ത്രിമൂർത്തി വന്ദ്യ ശ്രീഗുരുഗണ സുപൂജിതേ പുരന്ദരപുത്രി സംഗീതദേവി മായാമാളവഗൗളരൂപിണി ദീക്ഷിതാദി ത്രിമൂർത്തി വന്ദ്യ ശ്രീഗുരുഗണ സുപൂജിതേ സരെ ഗമ പധനി സ സാനി ധപ മഗരി സ ആദിതാള സാഹിത്യമഞ്ജുളേ ശ്രീമാതംഗീ നമോസ്തുതേ ചണ്ഡികേ ഉച്ഛിഷ്ട ചണ്ഡാലികേ ശ്രീരാജമാതംഗി നമോസ്തുതേ ചണ്ഡികേ ഉച്ഛിഷ്ട ചണ്ഡാലികേ ശ്രീരാജമാതംഗി നമോസ്തുതേ ശ്രീരാജമാതംഗി നമോസ്തുതേ സരെ ഗമ പധനി സ സാനി ധപ മഗരി സ സ സ സരി രെ രെ ഗഗ സ സാരി രി sa sari re ga ga sa sa re re ga ga ma re re ga 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 ma ma re ga ga ma ma re ga ga ma ma re ga ga ma ma pa ga ga ma ma pa pa ga ga ma pa pa ga ga ma pa pa ga ga ma pa pa tha ma pa pa dha da 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 ni pa pa dha da ni 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 ni sa 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 ni ni dha da 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 pa ni dha da pa 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 pa ma dha da pa pa ma 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 ma ga pa pa ma ma ga ga pa pa ma ga ga pa pa ma ga ga pa pa ma ga ga ri ma ga ga ri ri ma ga ga ri ma ga ga ri ma ga ga ri sa. നാളെ നമ്മുടെ ആളുകൾ ഒരുപക്ഷെ സാറയുടെ ഈ കീർത്തനം ഒരുപാട് വേദികളിൽ പാടുമായിരിക്കും. ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. വലിയ സന്തോഷം. അപ്പോൾ സാറയുടെ കഥകൾ ഇനിയും പറയാനുണ്ട് പ്രേക്ഷകരെ. അപ്പോൾ ഞാൻ ഇടയ്ക്കൊരു കഥ കേട്ടു. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടാൽ അറിയാൻ സാറയ്ക്കൊരു കൗതുകം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പുതിയ കാര്യങ്ങൾ, അത് ബാലസംഘത്തിൽ പോകുന്നു, അവിടുന്ന് ബാലഗോകുലത്തിൽ പോകുന്നു. അങ്ങനെ സാറയുടെ നാട്ടിൽ ഒരു ദിവസം RSSൻ്റെ ശാഖ നടക്കുന്നു. സാറയ്ക്ക് അങ്ങോട്ട് പോകണം അല്ലേ? അവിടെ പോയി ആ സംഘത്തിലെ ചേട്ടന്മാരോട് ചോദിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അവർ പറഞ്ഞു പെൺകുട്ടികളെ കേട്ടില്ല. അപ്പോൾ സാറ് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു
ഭാരത് മാതാവ് അതിന്റെ ഉള്ളിലുണ്ടല്ലോ. ഉം. അപ്പൊ പുള്ളിക്കാരി സ്ത്രീയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? അവര് ഉത്തരം മുട്ടി. അപ്പോൾ സംഘം അങ്ങനെയൊന്നുമല്ല, സംഘം എല്ലാവരെയും സ്വീകരിക്കുന്നവരാണ്. അതിപ്പോൾ ആ ഒരു സംഘത്തിൻ്റെ ആ ഒരു പ്രത്യേക ഇതിൽ മാത്രമാണ് എന്താ പെൺകുട്ടികൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും രണ്ടും എൻ്റെ ഒരു ഇതിനകത്ത് വെച്ചിട്ട് കമ്മ്യൂണിസവും ഇതും രണ്ടും എനിക്ക് ഒരേപോലെയാണ്. രാഷ്ട്ര സേവികാ സമിതി എന്നൊരു ഉണ്ട് 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 അറിയാലോ, പഠിച്ചിട്ടുണ്ട്. പക്ഷെ രണ്ടും അറിയുമ്പോൾ ഉള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ടും ഒന്നാണെന്നാണോ? രണ്ടും അറിയുമ്പോൾ എപ്പോഴും നമ്മൾ രണ്ടിനെയും പറ്റി അറിയുമ്പോൾ ഇപ്പം ഒരു വിഷയത്തിന് നമ്മൾ അറിയില്ല, പക്ഷെ ആ വിഷയത്തിന് നമ്മൾ അങ്ങ് അറിയാതെ വെറുക്കുക. ഇപ്പൊ മാത്സ് എന്ന് പറയുന്ന വിഷയം എനിക്ക് ടഫാണ്, അതെനിക്ക് ആ വിഷയത്തിന് അറിയാത്തത് കൊണ്ടാണ്. അതേസമയം മറ്റുള്ളവർക്ക് ടഫായ വിഷയം എനിക്ക് എളുപ്പമാവുന്നത് എനിക്ക് സംഘത്തിനെ അറിയാത്തത് കൊണ്ടാണ് സംഘത്തിനോട് വെറുപ്പ് അല്ലേ? അതിപ്പം കമ്മ്യൂണിസത്തിനെ ആയാലും കമ്മ്യൂണിസത്തിനെ ശരിക്കുള്ള ആശയത്തെ അറിയുന്നവർക്ക് കമ്മ്യൂണിസ്റ്റിനെ വെറുക്കാനും പറ്റും. പക്ഷെ കമ്മ്യൂണിസം ലോകത്ത് ഉണ്ടായ നാട്ടിൽ പോലും ഇല്ലാണ്ടായി, എല്ലാവരും എടുത്ത് ദൂരെ കളഞ്ഞു. അത് അതിനെപ്പറ്റി എനിക്ക് ഐഡിയോളജി അപ്പോൾ ഒരു പരാജയപ്പെട്ട ഐഡിയോളജിയാണ് ലോകത്ത് എല്ലായിടത്തും. ഇപ്പോൾ ചൈനയിൽ പോലും ഇപ്പോൾ കമ്മ്യൂണിസം ഇല്ല. ഇപ്പോൾ അടുത്ത 2-3 ദിവസവും അവശേഷിക്കുന്ന ക്യൂബയിലെ കമ്മ്യൂണിസം വീഴും. പിന്നെ കിഴക്കൻ യൂറോപ്പിൽ മുഴുവൻ പോയി. ആളുകൾ ലെനിനെ അടക്കമുള്ള, നമ്മുടെ രാഷ്ട്രീയം പറയാനല്ല കേട്ടോ, രാഷ്ട്രീയം പറയാനല്ല, അടക്കമുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ദൈവങ്ങളുടെയൊക്കെ വിഗ്രഹങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച് ആ നാട്ടിലെ ജനതൻ്റെ കളയാണ്. ജനത്തിനത് തിരിച്ചടിയായിട്ട് തോന്നി കമ്മ്യൂണിസം. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിനും ഈ ഉണ്ടാക്കുന്നവർ ഉദ്ദേശിച്ച ആശയമല്ല. ഇപ്പം ചങ്ങമ്പുഴയുടെ കവിതയ്ക്ക് ചങ്ങമ്പുഴ പരീക്ഷ എഴുതി, ഇപ്പൊ ചങ്ങമ്പുഴ തോറ്റുപോയി. കാരണം എഴുതുന്നവർ അല്ലെങ്കിൽ ഉണ്ടാക്കുന്നവർ ഉദ്ദേശിക്കുന്ന ആശയമല്ലായിരിക്കും ചിലപ്പം പിൻതലമുറക്കാർ വരുമ്പോൾ കിട്ടുന്നത്. അതാണ് അതിന്റെ എനിക്ക് മനസ്സിലായൊരു കാര്യം. പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ സാറേ ഇപ്പോൾ 10ൽ പരീക്ഷ എഴുതിയിരിക്കുകയാണ്, ഇനി എന്താ ചെയ്യാൻ പോണേ? ഇനിയോ? ഇനിയുള്ളത് എനിക്ക് എന്താ പഠി? അടുത്ത സബ്ജക്റ്റ് എന്താ? എനിക്ക് സയൻസ് ആണ് താല്പര്യം. ശാസ്ത്രജ്ഞയാണോ? പിന്നെ എനിക്ക് മെഡിസിൻ ഫീൽഡാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ആളുകളുടെ വേദനകൾ മാറ്റണം. അപ്പോൾ ഈ എത്ര കാലമായി ഈ കളരി പോകാൻ തുടങ്ങിയിട്ട്? കളരി പോകാൻ തുടങ്ങിയത് ഞാൻ ഒരു 4 വർഷമായി. 4 അല്ല 3 വർഷം. അപ്പോൾ ഈ സാധാരണ ഈ കുട്ടികളൊക്കെ കളരി പോകണമെന്ന് ആർക്കും തോന്നാറില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ കോഴ്സുകൾ പഠിക്കണം, അല്ലെങ്കിൽ റീൽസ് നോക്കിയിരിക്കണം, റീൽസ് ഉണ്ടാക്കണം, ഫോണിനകത്ത് അതുപോലെ തലയെ കുത്തി കിടക്കണം. ഇതൊക്കെയാണ് പലരുടെയും ഉദ്ദേശം. എന്നിട്ട് പക്ഷേ സാറ് എന്ത് ചെയ്തു? സാറ് അതൊന്നുമല്ല, എനിക്ക് കളരി പോകണമെന്ന് തീരുമാനിച്ചു. അതെന്താ കാര്യം? അതായത് ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വിഷയങ്ങളുണ്ടല്ലോ. കളരി ഇൻട്രസ്റ്റ് ആയിരുന്നു. കളരി അതെന്താ കാര്യം? കാരണം കളരി എല്ലാ കളരിയിലും ഒരേപോലെ അല്ല. നമ്മുടെ കളരി വ്യത്യാസപ്പെടുന്നത് നേരത്തെ പറഞ്ഞ ആ സാധനത്തിലൂടെയാണ്. നേരത്തെ പറഞ്ഞ കുറേ രീതികളുണ്ട്. അപ്പോൾ എന്താ, കുട്ടികള് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ എന്ന് പറയുന്നത് ആക്റ്റീവ് അല്ല, മൊബൈലാണ് അവരുടെ ലോകം. അത് സ്വാഭാവികമാണ്, അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ കളരി പോയില്ലെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. അപ്പം ആ ഒരു ലോകത്തിൽ നിന്നൊരു വിട പറച്ചിൽ നല്ലതാണ് എന്ന് എനിക്ക് തോന്നി. അത് ശരിക്കും നല്ലതാണ്. നമ്മൾ കേട്ടറിഞ്ഞു ഇങ്ങനെ ഒരു കളരി ഉണ്ടെന്ന്, എന്നിട്ട് വീട്ടിൽ പറഞ്ഞു അതായത് സാമൂഹികമായിട്ട് നമ്മൾ ഇടപഴകാൻ പഠിക്കണം. സാമൂഹിക ജീവിയാണ് മനുഷ്യർ. നമ്മൾ അതിൽ ഇടപെടാൻ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും മെയിൻ ആയിട്ട്. പിന്നെ ഓരോ കളരിയിൽ നമ്മൾ ബോറടിക്കത്തില്ല. നമുക്ക് കളരി ബോറടിക്കില്ലെന്ന് പറഞ്ഞാൽ പല പണികളാണ്. ബോറടിക്കാൻ സമയം കിട്ടാറില്ല നമുക്ക്. ബോറടിക്കാൻ സമയം കിട്ടൂല, കാരണം നമുക്ക് ഭയങ്കര ജില്ലെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്ന. എത്ര മണി വരെ? രാവിലെ 5:30 മുതൽ 7 മണി വരെ. 7 മണിക്ക് ശേഷമാണ് നമ്മൾ പ്രാതസ്മരണ വരുന്നത്. പിന്നെ വൈകുന്നേരം അത് കഴിഞ്ഞ് സ്കൂളിൽ പോകും. സ്കൂളിൽ പോയി പഠിച്ച് സ്കൂളുള്ളപ്പോൾ ഞാൻ വൈകുന്നേരം കളരിയിൽ നിൽക്കാറില്ല. വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെ കളരിയുണ്ട്. സ്കൂളുള്ളപ്പോൾ പഠിക്കാനുള്ളത് കൊണ്ട് വൈകുന്നേരം നിൽക്കാറില്ല. രാവിലെ പോയില്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വരും. എത്ര പേരുണ്ട് ഈ കളരിയിൽ? കളരിയിൽ 28 പേരുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും കൂടി. അവരെല്ലാം ഇതുപോലെ സ്വന്തം ഇഷ്ടത്തിന് വന്നവരാണ്. പലരും ട്രീറ്റ്മെന്റിന് വന്നവരുണ്ട്. ഒരു ഹോസ്പിറ്റലിന്റെ ഗുരുകുലത്തിന്റെ ഭാഗമായിട്ടാണ് കളരി. ശ്രീസ്വാമി വൈദ്യ ഗുരുകുലത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാൻ ചോദിക്കാൻ മറന്നു, ഈ കളരി എവിടെയാണ്? ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം. നമ്മുടെ കീർത്തി ഗുരുക്കളുടെ അത് അല്ല ഞാൻ പറയുന്നത്. ഞാൻ അവിടെ കളരി ഉണ്ടല്ലേ, അതെനിക്കറിയില്ലായിരുന്നു. അവിടുത്തെ കളരിയിലാണ് ഞാൻ പോകുന്നത്. കാരണം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു കീർത്തി ഗുരുക്കളായിട്ട്.
അപ്പോൾ അവിടുത്തെ ചികിത്സ നമ്മൾ ഞാൻ മർമ്മം കണ്ടിരുന്നു ആ ആ വീഡിയോ. അതിനകത്ത് കളരി ഉണ്ടെന്ന് എനിക്ക് അറിയാം. അന്നാണ് എന്നോട് ഇത് നമ്മുടെ ഈ ഫ്ലോറിൽ ഇതുപോലെ ഇരുന്നിട്ടാണ് എന്നോട് പറഞ്ഞത് സാറയുടെ കാര്യം പറയുന്നത്. ഓ. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഒരു ദിവസം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഉം. പക്ഷേ അവിടെ അന്ന് നമ്മുടെ സംസാരത്തിൽ അവിടെ പ്രാക്ടീസിങ് ആയിട്ടുള്ള കളരി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചില്ല. ഉം. അതുകൊണ്ടാണ് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ആ. അപ്പോൾ അതായത് പറഞ്ഞു പ്രാക്ടീസിംഗും ഉണ്ട്, ഉം. കൂടാതെ നമ്മൾ ഈ സാധന കർമ്മം ഉം. ഇത് എല്ലാം കൂടി കൂടിച്ചേർന്നിട്ടാണ് കളരി വരിക. ഉം. അതുകൊണ്ടാണ് അത് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഉം, ഉം, ഉം. എല്ലാ കളരിയിലുള്ള കുട്ടികൾക്ക് എല്ലാം അറിയണം, എല്ലാം അറിഞ്ഞിരിക്കും അവര്, ഉം. ഇൻട്രസ്റ്റ് ഉള്ളവര്. പിന്നെ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാറില്ല ആരെയും, അവരുടെ ഇൻട്രസ്റ്റിനാണ്. ഇപ്പം പശുവിനെ നോക്കുന്നത് ആരെയും നിർബന്ധിക്കാറില്ല. അവരുടെ പശുക്കളൊക്കെ ഉണ്ടോ? പശുക്കളുണ്ട് ഉം. അവിടെ. വെച്ചൂര് പശുക്കളുണ്ട്, ഉം. നാടൻ ഇനം പശുക്കളാണ് അവിടെ ഉം. മൊത്തം. വെച്ചൂർ വെച്ചൂരാണ്, പശു വളരെ അപൂർവമാണല്ലോ. അപൂർവമാണ്. വെച്ചൂരുണ്ട്, അവിടെ നമ്മുടെ ഗുരുകുലത്തിലുണ്ട്. ഗുരുകുലത്തിലുണ്ട്. എത്ര എണ്ണം ഉണ്ട്? ഗുരുകുലത്തില് ഒന്നോ രണ്ടോ വെച്ചൂർ വെച്ചൂരുകളുണ്ട്, കൂടാതെ നാടൻ പശുക്കളും ഉണ്ട് അത് വേറെ. ശരി, അത് ശരി. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഗുരുകുലം കണ്ടിട്ടില്ല, ഒരു ദിവസം വരണം. ഒരു ദിവസം വരും. അപ്പോൾ ഏതായാലും വലിയ സന്തോഷം സാറ ഈയുടെ വർത്തമാനങ്ങൾ നമുക്ക് ഇനി ഒരുപാട് കേൾക്കാനുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇത് എനിക്ക് വലിയ സന്തോഷം. സാറേക്കുറിച്ച് ഞാൻ കേട്ടു, പക്ഷേ അറിഞ്ഞതിനേക്കാൾ വലുതാണ് സാറ എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ സാറ ഒരു കൊച്ചുകുട്ടിയാണ്, നമ്മുടെ കുഞ്ഞു മോളാണ്. ഇപ്പോൾ 14 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 14 വയസ്സിന് ഇനിയിപ്പോ 16 വയസ്സായി. 16 വയസ്സേ ആയിട്ടുള്ളൂ. ഈ 16 വയസ്സിനുള്ളിൽ സാറ പറഞ്ഞ കാര്യങ്ങൾ ആ പ്രായത്തിന് നിരക്കാത്ത വർത്തമാനമാണ് പറഞ്ഞത്. ഞാനിവിടെ കിടുങ്ങിയിരിക്കുകയാണ്. കാരണം എനിക്ക് സാധാരണ ഈ ചിലരൊക്കെ പറയാറുണ്ട്, ഒരാളെ ഇൻ്റർവ്യൂവിന് നമ്മളൊരു പോഡ്കാസ്റ്റിന് വന്നാൽ ആ ആളെ ഞാനെടുത്തങ്ങ് തിന്നും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാറ ഇന്ന് എന്നെ ഒരു മൂലയ്ക്കാക്കി. ഏതായാലും മോളെ വലിയ സന്തോഷം ഇന്ത്യ ലൈവിൻ്റെ കൂടെ വന്നതിന്. നമ്മുടെ കളരി പെരുമ്പാവൂരാണ്. അവിടെ ഇനിയും സാറയെ പോലെയുള്ള ഒരുപാട് മക്കൾ അവിടെ വരട്ടെ. നല്ല കുട്ടികളായി അവർ ഈ ലോകത്തിന് മാതൃകയായി നല്ല സുഗന്ധം പുറത്തേക്ക് വിടുന്ന പുഷ്പങ്ങളായി വിടർന്നു നിൽക്കുന്നൊരു ഉദ്യാനമായി മാറട്ടെ. സാറയുടെ എഴുത്ത്, രചനകൾ, സംഗീതം ലോകം മുഴുവൻ കേൾക്കട്ടെ. അമ്മയുടെ ഭഗവതിയുടെ സകല അനുഗ്രഹങ്ങളും സാറയ്ക്കും എനിക്കും പിന്നെ നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അവരെ ആരും അറിയുന്നില്ല. നമ്മൾ ഇന്ത്യ ലൈവ് അത്തരം ആളുകളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. സാറയിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുതുതായി കേട്ടിട്ടുണ്ടാകും. ഒരു ചെറിയ കുട്ടിയാണ് നമ്മളുടെ ഈ ലോക തത്വങ്ങളും നമുക്കറിഞ്ഞുകൂടാത്ത ഒരുപാട് രഹസ്യങ്ങളും പറഞ്ഞു തന്നത്. അപ്പം നമ്മൾ ഒരാളെ കാണുന്നത് അയാളുടെ പ്രായം നോക്കിയിട്ടില്ല. സാറ ശരിക്കും ഒരു ഗുരുതുല്യമായി മാറിയിരിക്കുന്നു. സാറയ്ക്ക് കിട്ടിയ വിദ്യാഭ്യാസം, പരിശീലനം ഒക്കെ അങ്ങനെയാണ്. ഏതായാലും സാറ മോൾക്ക് ഈ ചാനലിൽ വരാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് കണ്ട നിങ്ങൾക്ക് ഒരു തരത്തിലും ഒരു നിരാശയും ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. സാറമോളും ഉണ്ടാവും നമ്മുടെ കൂടെ. നമ്മുടെ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ, സാറയുടെ എപ്പിസോഡുകൾ നമ്മളുടെ പുണ്യം ബൈ ഇന്ത്യ ലൈവ് എന്നുള്ള ചാനലിൽ അടുത്ത ഭാഗം ഉണ്ടാവും. നിങ്ങൾ ഉറപ്പായും അതുകൂടി കാണണം.